ഈ പറഞ്ഞ പോയിന്റുകൾ ശ്രദ്ധിച്ച് നിങ്ങൾ ബോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഓഫ് സ്പിന്നർ ആവാൻ പറ്റുന്നതാണ്. ഹായ്, ഇന്ന് ഡേ 23 ആണ്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓഫ് സ്പിൻ ബോളിംഗ് ആണ്. സ്പിൻ ബോളിങ്ങിനെ കുറിച്ച് വീഡിയോസ് ചെയ്യാനായിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾക്കുള്ളൊരു വീഡിയോ ഇന്ന് ഓഫ് സ്പിൻ ബോൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോ പറയാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ അറിയേണ്ടത് ഒരു ഗ്രേറ്റ് സ്പിന്നറിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ കാര്യം ബോള് എയറിൽ എത്രത്തോളം സ്പിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഗ്രേറ്റ് സ്പിന്നറിന് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി. സെക്കൻഡ് പോയിന്റ് ലൈൻ ആൻഡ് ലെങ്ത്തിലുള്ള കൺട്രോൾ ആണ്. ലൈൻ ആൻഡ് ലെങ്ത് കൺട്രോൾ ചെയ്ത് ബോൾ കൺസിസ്റ്റന്റ് ആയിട്ട് എറിയാൻ പറ്റുക എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് വരുന്നത് നിങ്ങൾക്ക് ലോങ് സ്പെല്ല് എറിയാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് വേണം. ഫോർത്ത് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഒരു സ്പിന്നറിന് എപ്പോഴും നല്ലൊരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു മാച്ച് വിന്നിങ് പെർഫോമൻസ് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഈ 4 ക്വാളിറ്റി ഒരു ഗ്രേറ്റ് സ്പിന്നറിന് മസ്റ്റ് ആയിട്ടും വേണ്ടതാണ്. ഓഫ് സ്പിൻ ഗ്രിപ്പ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇൻഡെക്സ് ആൻഡ് മിഡിൽ ഫിംഗർ, ഈ 2 ഫിംഗർ ആണ് ടീമിന് അക്രോസ് ആയിട്ട് പിടിക്കുക. അതിൻ്റെ കൂടെ തന്നെ ബോള് റെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻഡെക്സ് ആൻഡ് മിഡിൽ ഫിംഗറിൻ്റെ ബേസിലാണ്. ഈ ബേസ് ഓഫ് ദ ഇൻഡെക്സ് ആൻഡ് മിഡിൽ ഫിംഗറിലാണ് ബോൾ റെസ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ തം ഫിംഗർ ബോളിൻ്റെ സീമിൽ ആണ് വെക്കേണ്ടത്. പലരും തെറ്റിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബേൺ കുറവാണെന്ന് പറയുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ തം ഫിംഗർ നിങ്ങൾ എപ്പോഴും സീമിൽ മാക്സിമം ഇൻഡെക്സ് ഫിംഗറിനോട് മാക്സിമം ക്ലോസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് ബോളിന് ടേൺ കിട്ടുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ റിംഗ് ഫിംഗറും സ്മോൾ ഫിംഗറും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള രീതിയിൽ മാത്രമായിരിക്കും ഇരിക്കുക. ഇനി ഓഫ് സ്പിന്നറിന്റെ റിലീസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. റിലീസ് ടൈമിൽ പിച്ചിലേക്ക് ബോൾ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ സ്വീമിന്റെ പൊസിഷൻ എപ്പോഴും ലെഗ് സ്ലിപ്പിലേക്ക് ഫേസ് ചെയ്താണ് ഇരിക്കേണ്ടത്. ഞാനിത് പറയുന്നത് ഒരു റൈറ്റ് ഹാൻഡർ ബാറ്ററിന് റൈറ്റ് ആം ഓഫ് സ്പിന്നർ എറിയുന്ന പൊസിഷനാണ്. ദെൻ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ബാക്ക് ഓഫ് ദി ഹാൻഡ് റിലീസിങ് ടൈമിൽ നിങ്ങളുടെ ബാക്ക് ഓഫ് ദി ഹാൻഡ് ഫേസിങ് ടു ദി മിഡ് ഓണിലേക്കായിരിക്കും നിൽക്കുക. മൂന്നാമത് വരുന്നൊരു പോയിന്റ്, നിങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോളിംഗ് ആം മാക്സിമം നിങ്ങളെ ചെവിയോട് ക്ലോസ് ആക്കി തന്നെ എറിയാനായിട്ട് നോക്കുക ഓഫ് സ്പിന്നർ. നാലാമത് നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ്, നിങ്ങൾ ബോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡെലിവറി സ്ട്രൈഡ് എപ്പോഴും വളരെ ഷോർട്ടർ ആയിട്ട് എടുക്കാൻ നോക്കുക. ഷോർട്ടർ ആയിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഹൈ റിലീസ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ബോളറിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ബോൾ എറിയാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഓഫ് സ്പിന്നിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇതെല്ലാം നിങ്ങളൊരു ഓഫ് സ്പിന്നർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.